ജോസ് കെ മാണിയെ ഇടതുപക്ഷത്തിനൊപ്പം നിർത്താൻ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വന്നു LDF സർക്കാരിന്. കാരണം ജോസ് UDFന് കൈ കൊടുത്താൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് കാര്യങ്ങൾ ഏറെക്കുറെ UDFന് അനുകൂലമായി നിൽക്കും. അത് തടയുക എന്ന ലക്ഷ്യത്തിലാണ് വമ്പൻ ഓഫറുകൾ നൽകി ജോസ് കെ മാണിയെ കൂടെ നിർത്തിയത്. ജയിച്ചാൽ ഒന്നല്ല 2 മന്ത്രിസ്ഥാനങ്ങൾ കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിക്ക് നൽകും. നിലവിലുള്ള റോഷി അഗസ്റ്റിനെ കൈവിടാൻ പിണറായി വിജയൻ ഒരുക്കമല്ല. അതേസമയം ജോസ് കെ മാണി ജയിച്ചാൽ മന്ത്രിക്കുപ്പായം നൽകേണ്ടിയും വരും. അതിനും ഒരുക്കമാണെന്ന് CPM അറിയിച്ചപ്പോൾ പിന്നെ ജോസ് കെ മാണി LDFനൊപ്പം നിൽക്കാൻ തയ്യാറാവുകയായിരുന്നു. ഇതിനെല്ലാം അപ്പുറം ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം മുന്നണി മാറുമെന്ന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ KM മാണി മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫൗണ്ടേഷൻ ട്രാൻസ്ഫോർമേഷന് ഭൂമി അനുവദിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. തിരുവനന്തപുരം കവടിയാറിൽ 25 സെന്റ് ഭൂമിയാണ് KM മാണി ഫൗണ്ടേഷന് അനുവദിച്ചിരിക്കുന്നത്. ഏറെക്കുറെ 5 കോടി രൂപ വില വരുന്ന ഭൂമിയാണ് നൽകിയിരിക്കുന്നത്. 2020-21 ബജറ്റിൽ അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് KM മാണിക്ക് സ്മാരകം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിനായി 5 കോടി രൂപയും വകമാറ്റിയിരുന്നു. എന്നാൽ പ്രഖ്യാപനം 6 വർഷത്തോളം കടലാസിൽ പൊടി പിടിച്ചു കിടന്നു. മുന്നണിയിലെ 3ാമത്തെ വലിയ കക്ഷിയായിട്ടും പാർട്ടി നേതാവിന്റെ ഓർമ്മ നിലനിർത്താൻ ഉചിതമായ പദ്ധതി നടപ്പാക്കാത്തതിൽ കേരള കോൺഗ്രസ് അണികൾക്കിടയിൽ ശക്തമായ അമർഷമുണ്ടായിരുന്നു. അത് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്ക് നേരെ വിമർശനമായി ഉയരുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് സ്മാരകത്തിനായി ഭൂമി അനുവദിച്ചിരിക്കുന്നത്. പാലായിൽ സ്മാരകം എന്നായിരുന്നു പ്രഖ്യാപനം. എങ്കിലും ഭൂമി അനുവദിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഈ ഭൂമിയിൽ KM മാണി മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് യാഥാർത്ഥ്യമാകും എന്നതിൽ KM മാണി ഫൗണ്ടേഷനാണ് വ്യക്തമാക്കേണ്ടത്. ജോസിനെയും കൂട്ടരെയും UDFിലെത്തിക്കാൻ വലിയ ചർച്ചകൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് മാണി സ്മാരകത്തിന് ഭൂമി നൽകിയിരിക്കുന്നത്. ഇത് ജോസിനെ ഒപ്പം നിർത്താനുള്ള LDF നീക്കമാണോ അതോ മുന്നണി വിടാതിരിക്കാനുള്ള ജോസിന്റെ ആവശ്യം അംഗീകരിച്ചതാണോ എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട്. മാണിക്ക് മാത്രമല്ല, CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരകത്തിനും ഭൂമി അനുവദിച്ചിട്ടുണ്ട്. തലശ്ശേരി വാടിക്കകത്ത് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിനായി 1.139 ഏക്കർ ഭൂമിയാണ് പാട്ടത്തിന് നൽകുക എന്നും സർക്കാർ അറിയിച്ചു. അതേസമയം കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് എത്തിക്കാനുള്ള നീക്കം സജീവമായി നടക്കുന്നതിനിടെ കോൺഗ്രസിനുള്ളിൽ എതിരഭിപ്രായങ്ങൾ ഏറെയുണ്ട്. പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് UDF മിന്നും നേട്ടമാണ് സ്വന്തമാക്കിയത്. 6 നഗരസഭകളിലും ഭരണം പിടിച്ചെടുത്തു. ജില്ലാ പഞ്ചായത്ത് ഭരണം വ്യക്തമായ ഭൂരിപക്ഷത്തിൽ നേടിയതിനൊപ്പം 11-ൽ 9 ബ്ലോക്ക് പഞ്ചായത്തുകളിലും UDF ഭരണമാണ്. 71 ഗ്രാമപഞ്ചായത്തുകളിൽ 39 എണ്ണവും ഭരിക്കുന്നത് UDF ആണ്. ഇത്രയും വലിയ നേട്ടം കേരള കോൺഗ്രസിന്റെ സഹായമില്ലാതെ അല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. കേരള കോൺഗ്രസ് എം മുന്നണിയിലേക്ക് കടന്നു വരുമ്പോൾ പല സീറ്റുകളും വിട്ടുകൊടുക്കേണ്ടി വരും. നിലവിൽ 9 നിയമസഭാ സീറ്റുകളുള്ള കോട്ടയം ജില്ലയിൽ 5ഇടത്താണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അതിൽ വിജയിക്കാൻ കഴിഞ്ഞത് 2 സീറ്റുകളിൽ മാത്രമാണ്. ജോസ് കെ മാണി വരുമ്പോൾ അവർക്ക് സീറ്റ് നൽകേണ്ടി വരുമ്പോൾ കുറയുന്നത് കോൺഗ്രസിന്റെ സീറ്റുകളാകുമെന്ന് ഉറപ്പിച്ചാണ് ഈ പൊട്ടിത്തെറി. കൈവശമുള്ള സീറ്റുകൾ കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗമോ പാലാ മാണി സി കാപ്പനോ വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പാണ്. ഈ അവസരത്തിൽ നഷ്ടം കോൺഗ്രസിന് തന്നെയാണ് എന്നും കാണാം.